അന്തരിച്ച BMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്തിന്റെ പൊതുദർശനം സ്വവസതിയിൽ തുടരുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ജ്യോതിഷ് ജനാർദ്ദനൻ വിശദാംശങ്ങൾ നൽകും. ജ്യോതിഷ്, ഈ BMS എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയുടെ സംഘടനാ പ്രവർത്തനം കേരളത്തിൽ വിപുലീകരിക്കുന്നതിലും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലുമൊക്കെ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണല്ലോ GK അജിത്ത്. അദ്ദേഹത്തിൻ്റെ പൊതുദർശനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എത്രത്തോളം വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്? സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ അവിടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, അന്തരിച്ച BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്തിൻ്റെ പൊതുദർശനം തിരുവനന്തപുരം പാപ്പാടുള്ള സ്വവസതിയിൽ തുടരുകയാണ്. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക സ്വയംസേവക സംഘത്തിലെ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം 11:30-ക്കാണ് ഇപ്പോൾ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് ചേരുകയാണ്. BMSനും അതുപോലെ തന്നെ KST എംപ്ലോയീസ് സംഘിൻ്റെയൊക്കെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ ഈ നിമിഷം എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ശ്രീ GK അജിത്ത് ഒരു സംഘ കുടുംബത്തിൽ, സംഘ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ച് വളരെ ധീരോദാത്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തി. ഭാരതീയ മസ്ദൂർ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം BJP തിരുവനന്തപുരം ജില്ലയിൽ ശക്തി പ്രാപിക്കുന്നതിന് അനുഗുണമായിട്ട് ഭാരതീയ മസ്ദൂർ സംഘത്തെ തിരുവനന്തപുരം ജില്ലയിൽ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ശ്രീ GK അജിത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, സംസ്ഥാന ട്രഷറർ എന്ന നിലയിൽ, അവസാനം ഈ മരണപ്പെടുന്ന സമയത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തൊഴിലാളി രംഗത്ത് BMSനെ ഒരു അജയ്യ ശക്തിയാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കർമ്മനിരതനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ വീട്ടിൽ വെച്ച് നടക്കുന്ന അന്ത്യക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള BMSൻ്റെ പ്രവർത്തകർ, തൊഴിലാളികൾ, അവരുടെ ആ മാനസികമായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം പ്രകടിപ്പിക്കുന്നതാണ്. നൂറുകണക്കിന് വരുന്ന തൊഴിലാളികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം ഇത്രയും കാലം പുലർത്തി വന്ന പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം, സംഘടനയോടുള്ള പ്രതിബദ്ധത, അദ്ദേഹം സൃഷ്ടിച്ച BMS എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ വലിപ്പം, അതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഇതായിട്ട് ഇപ്പോൾ ഈ പാപ്പാട് ഈ പ്രദേശവും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ ഇന്ന് കേരളത്തിൽ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഞ്ജലിയായിട്ടാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകർ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ BMSൻ്റെ ശക്തി, അത് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ദൃഢപ്രതിജ്ഞയും ഒരു അന്ത്യാഞ്ജലിയുമായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് തിരുവനന്തപുരത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഭാവിയിൽ നികത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാവർക്കും BMSനും അതുപോലെ തന്നെ വ്യക്തമാണ് ജ്യോതിഷ്. എന്തായാലും ഭാരതീയ മസ്ദൂർ സംഘിന് വലിയ നഷ്ടമൊപ്പം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും BMSന്റെ പ്രവർത്തനം കേരളത്തിൽ വിപുലീകരിക്കുന്നതിലുമൊക്കെ GK അജിത്ത് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇപ്പോൾ വസതിയിൽ തുടരുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം ശാന്തി കവാടത്തിൽ നടക്കും. ജ്യോതിഷ് ജനാർദ്ദനനാണ് വിവരങ്ങൾ നൽകിയത്.